ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്ത് കറി വെക്കുമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് നിന്നപ്പം മുകളിലോട്ട് നോക്കിയപ്പോൾ മുരിങ്ങ പൂത്ത് നിൽക്കുന്നത് കണ്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങപ്പൂവിൻ്റെ തോരൻ വെച്ചാലോ, കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ മുരിങ്ങയുടെ പൂവും ഞാൻ പറക്കാൻ തുടങ്ങി. അത് എൻ്റെ പുറകെ മിട്ടു നടന്നങ്ങ് കരയുക. അവൻ്റെ വിചാരം മേളിൽ നിന്ന് വീഴുന്ന എല്ലാം മീനാണെന്നും പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുന്നത്. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞ് വെച്ച് അതിന് മുമ്പേ ഞാൻ ഈ മുരിങ്ങപ്പൂ എടുത്ത് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് പിഴിഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിട്ട് അതിപ്പോഴത്തേക്ക് അമ്മ കുറച്ച് തേങ്ങ തിരുങ്ങി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ അല്പം ജീരകത്തിൻ്റെ പൊടിയും അല്പം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് അമ്മ അപ്പം പോയി കറിവേപ്പില വെച്ചിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതിലോട്ട് അല്പം കടുവ് അങ്ങോട്ട് എടുത്തിട്ടതോടെ കടു മുടൂന്നും പറഞ്ഞ് കടുവ് പൊട്ടാൻ തുടങ്ങി. അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില അങ്ങോട്ട് ഊരി അങ്ങോട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ടപ്പം എന്നും പറഞ്ഞൊരു സൗണ്ടും കേട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നാ മണമാ. നന്നായി അതൊന്ന് വഴറ്റി വന്ന് അതിൻ്റെ കൂടെ അല്പം മുരിങ്ങയിലയുടെ പൂവ് എടുത്ത് തട്ടിയിട്ട് അല്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ അരപ്പും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് അടച്ച് വെച്ച് നല്ലതായിട്ട് വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് മുരിങ്ങയില പൂവിൻ്റെ തോരൻ റെഡിയായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറും വെന്ത്. അപ്പോഴത്തേക്ക് കരുണാകരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ചുണ്ണാമ്പ് കറിലുണ്ടല്ലോ, അത് ഞാൻ തേങ്ങ അരച്ചിട്ട് വടക്കംപുളിയും ചേർത്ത് നന്നായിട്ട് കറി വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തിളയ്ക്കാൻ തുടങ്ങി. ഈ തേങ്ങാക്കറിക്കകത്ത് വടക്കംപുളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം ചോറ് തിന്നാന്ന് പറഞ്ഞ് സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ച് ചോറിട്ട് അതിൻ്റെ കൂടെ കറി എടുത്തപ്പോൾ തക്കാളിക്കുട്ടനെ എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിക്കകത്ത് ഈ തക്കാളി ഇടുന്നത്. ആ തക്കാളി അങ്ങോട്ട് എടുത്ത് മീൻകുട്ടനെ കാണാനില്ല. കിട്ടിയിട്ടുണ്ട്. മീൻകുട്ടനെയും കിട്ടി. ഇനി നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടാക്കിയത് മുരിങ്ങയിലയുടെ പൂവിൻ്റെ തോരൻ. അതും അല്പം എടുത്ത് മുരിങ്ങയില പൂവിൻ്റെ തോരനും ചുണ്ണാമ്പുകാരിൽ വടക്കംപുളി ഇട്ട് വെച്ച തേങ്ങാക്കറിയും അങ്ങനെ ഒന്ന് ഞെവിടി എടുത്ത് കഴിക്കാനുള്ള പുറപ്പാടില്ല. കഴിച്ച് നിങ്ങൾ കഴിക്കുന്നില്ലേ? നിങ്ങൾ എൻ്റെ വായിലോട്ട് നോക്കിയിരിക്കാതെ 1 മണി കഴിഞ്ഞില്ലേ? നിങ്ങളും പോയി എന്തെങ്കിലും കഴിക്ക്. ഓക്കെ, ശരി, ബൈ.